ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. 1809 കുണ്ടറ വിളംബരം നടത്തി, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി, തൃപ്പടിദാനം നടത്തിയ രാജാവാണ്, 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. ഓക്കെ, 4 ഓപ്ഷനാണുള്ളത്. എ 1 മാത്രം, ബി 2ഉം 4ഉം, സി 2ഉം 3ഉം, ഡി 4 മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 2ഉം 3ഉം. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്തായിരുന്നു? 1809 കുണ്ടറ വിളംബരം നടത്തി. അപ്പോൾ 1809 കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. ആരാണ്? വേലുത്തമ്പി ദളവ. അപ്പോൾ ഇതിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സോ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ചോദിക്കും. 1809. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് 1809. 1809 കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. പഠിച്ചില്ലേ? അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഒറ്റ ഓപ്ഷൻ എന്ന് പഠിച്ചു അല്ലേ? സോ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം കേട്ടോ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, സോ ഈ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാന്ന് ചോദിക്കും. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 എന്നാണ്. 1741. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഇനി കുളച്ചൽ യുദ്ധം ആര് തമ്മിലായിരുന്നു എന്ന് ചോദിക്കും. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ആരാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. അപ്പം 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരാണ്? യെസ്, അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, സോ ഇനി മൂന്നാമത്തെ ഓപ്ഷൻ: തൃപ്പടിദാനം നടത്തിയ രാജാവ്. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. ഇനി നാലാമത്തെ ഓപ്ഷൻ: 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. ഇത് മാർത്താണ്ഡവർമ്മയല്ല. ഇത് അശ്വതി തിരുനാളിൻ്റെ കാലത്ത്, റാണി അശ്വതി തിരുനാളിൻ്റെ കാലത്താണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടന്നത്. അപ്പം അത് മാർത്താണ്ഡവർമ്മയല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാണ്ട്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാന്ന് ചോദിക്കും. അത് 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 1809 കുണ്ടറ വിളംബരം നടത്തി. അതാരായിരുന്നു? വേലുത്തമ്പി ദളവ. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാ നിങ്ങൾ എൻ്റെ ഒപ്പം പറയാൻ ശ്രമിക്കുക. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? 1809. ഇനി കുളച്ചൽ യുദ്ധം 1741. ആറ്റിങ്ങൽ കലാപം 1721. നമ്മൾ 3 വർഷം പഠിച്ചു അല്ലേ? പറഞ്ഞു നോക്കാം. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ഇനി കുളച്ചൽ യുദ്ധം നടന്നത് 1741. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ എത്ര ആൻസേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? അപ്പോൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്: കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. ഏതൊക്കെയാണ്? കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ നമുക്ക് ഇതിൽ 4 നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലെത്താം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി വെച്ച് തുടങ്ങാം. ഓക്കെ, സോ ഈ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ചിലപ്പോൾ ചോദിക്കും. 4 വർഷങ്ങൾ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കും. 1773. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773. വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ് നടന്നത്? 1773. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ടെന്നീസ് കോർട്ട് അസംബ്ലി പഠിക്കല്ലേ? അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പഠിച്ചു 1773 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇനി ടെന്നീസ് കോർട്ട്. ഈ ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി